എമർജൻസി അലേർട്ട് സംവിധാനം പരീക്ഷിച്ച് ഇന്ത്യ. പ്രകൃതി ദുരന്തങ്ങളും അടിയന്തര സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് അതിവേഗം മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം കുറ്റമറ്റതാണെന്ന് ഉറപ്പാക്കലാണ് ലക്ഷ്യം. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും സംയുക്തമായാണ് ഈ പരീക്ഷണം നടത്തുന്നത്. സാധാരണ SMS-ൽ നിന്ന് വ്യത്യസ്തമായി സെൽ ബ്രോഡ്കാസ്റ്റ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതാണ് പുതിയ സംവിധാനം. രാജ്യത്ത് സജേത് അടിയന്തര മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വന്നു. രാജ്യവ്യാപകമായി മൊബൈൽ ബ്രോഡ്കാസ്റ്റ് അലർട്ട് സിസ്റ്റം പരീക്ഷിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കോടിക്കണക്കിന് മൊബൈലുകളിൽ ഒരേ സമയം അലർട്ടുകൾ ലഭിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും ചേർന്നാണ് പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ഓരോ ഫോൺ നമ്പറിലേക്കും സന്ദേശങ്ങൾ ഒന്നൊന്നായി അയക്കുന്നതിന് പകരം ടെലികോം ടവറുകൾക്ക് പ്രദേശത്തെ എല്ലാ ഫോണുകളിലേക്കും ഒരേ മുന്നറിയിപ്പ് സന്ദേശം കൈമാറാൻ കഴിയും. ഭൂകമ്പം, പ്രളയം, ചുഴലിക്കാറ്റുകൾ, മിന്നൽ, ഗ്യാസ് ചോർച്ച, മറ്റപകടങ്ങൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഇത് വളരെ പ്രയോജനപ്പെടുന്നു. ഫോണിൽ സിമ്മില്ലെങ്കിലും സന്ദേശം ലഭിക്കും. ഉച്ചത്തിലുള്ള ശബ്ദത്തോടുകൂടിയാണ് പരീക്ഷണ സന്ദേശങ്ങൾ ലഭിക്കുക. ഇന്ന് നടത്തിയ പരീക്ഷണത്തിൽ ഇന്ത്യ തദ്ദേശീയമായി ദുരന്ത മുന്നറിയിപ്പ് സേവനം ആരംഭിച്ചതായും പൊതുജനങ്ങളിൽ നിന്നും യാതൊരു നടപടിയും ആവശ്യമില്ല എന്നും ഉപയോക്താക്കളെ അറിയിച്ചിട്ടുണ്ട്. പല ഫോണുകളിലും അലാറം മുഴങ്ങുകയും ഫോൺ സൈലന്റ് മോഡിലായിരുന്നിട്ടും സ്ക്രീനിൽ സന്ദേശം വ്യക്തമായി കാണുകയും ചെയ്തു. സാധാരണ SMS സന്ദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളുടെ ഫോൺ സൈലന്റ് മോഡിലോ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലോ ആണെങ്കിൽ പോലും ഈ മുന്നറിയിപ്പ് എത്തുമ്പോൾ ഫോൺ ഉച്ചത്തിൽ ശബ്ദിക്കുകയും സ്ക്രീനിൽ സന്ദേശം തെളിയുകയും ചെയ്യും. ഇംഗ്ലീഷിനു പുറമെ 19-ലേറെ ഇന്ത്യൻ ഭാഷകളിൽ ഈ സന്ദേശങ്ങൾ ലഭ്യമാണ്. വിവിധ ടെലികോം സേവനദാതാക്കളുടെ നെറ്റ്വർക്കുകൾ ഒരേ സമയം പരിശോധിച്ച് സിസ്റ്റത്തിന്റെ കാര്യക്ഷമത ഉറപ്പാക്കുകയാണ് ഇന്നത്തെ പരീക്ഷണത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.